എയർബസ് A320 വിമാനങ്ങൾക്ക് പുറത്തിറക്കിയ പ്രത്യേക സുരക്ഷാ നിർദ്ദേശത്തിന് പിന്നാലെ സ്ഥിതി അവലോകനം ചെയ്ത് സൗദി വിമാന കമ്പനികൾ. സൗദി എയർലൈൻസും ഫ്ലൈനാസും ഷെഡ്യൂളിൽ മാറ്റമുണ്ടെങ്കിൽ അറിയിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിമാനത്തിന്റെ സോഫ്റ്റ്വെയർ ഡാറ്റ ലീക്കിന് കാരണമാകുന്നുവെന്ന വിലയിരുത്തലാണ് നടപടികൾക്ക് കാരണം. റിയാദിൽ നിന്നും വിശാൽ ചെറുപ്പുളശ്ശേരി വിവരങ്ങൾ നൽകും. സൗദിയിലെ ഭൂരിഭാഗം വിമാന കമ്പനികളും സർവീസ് നടത്തുന്നത് എയർബസിന്റെ അത്യാധുനിക വിമാനങ്ങൾ ഉപയോഗിച്ചാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എയർബസുകൾ. എയർബസിന്റെ വിവിധ തരത്തിലുള്ള വിമാനങ്ങൾ സൗദി എയർലൈനിനും ഫ്ലൈനസ് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് നിലവിലുണ്ട്. ഇതിൽ തന്നെ എയർബസിന്റെ A320 വിമാനങ്ങൾക്കാണ് എയർബസ് പ്രത്യേക സുരക്ഷാ നിർദ്ദേശം നിലവിൽ പുറത്തിറക്കിയിരിക്കുന്നത്. സാങ്കേതിക തടസ്സങ്ങൾ നേരിടാനുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൗദിയിലെ ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈൻസും അതിന് തൊട്ടുപിറകെയായി ഫ്ലൈനേഴ്സും പുതിയ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ സർക്കുലർ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാമാണ്. തടസ്സം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ വിമാനങ്ങൾ പ്രയാസം പരിഹരിക്കാൻ വേണ്ടി ഷെഡ്യൂൾ ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിൽ യാത്രാ ഷെഡ്യൂളുകളിലോ യാത്രാ സമയങ്ങളിലോ മാറ്റമുണ്ടെങ്കിൽ യാത്രക്കാരെ അറിയിക്കുമെന്നാണ് രണ്ട് വിമാന കമ്പനികളും അറിയിച്ചിട്ടുള്ളത്. A320 വിമാനങ്ങളുടെ പകുതിയിലധികം വിമാനങ്ങൾ എയർബസ് ഇതിനോടകം തിരികെ വിളിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ട് വിമാന കമ്പനികളും നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത്. തിരിച്ചു വിളിക്കുന്ന വിമാനങ്ങൾ ഇതിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ചതിന് ശേഷമായിരിക്കും വീണ്ടും സർവീസിനായി ഉപയോഗിക്കുക. എന്തായാലും നിലവിൽ ഷെഡ്യൂളുകളൊന്നും പിൻവലിച്ചതായി അറിയിപ്പ് ലഭിച്ചിട്ടില്ല. എന്നാൽ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഇതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നാണ് രണ്ട് കമ്പനികളും അറിയിക്കുന്നത്. കേരളത്തിലേക്കും വിവിധ സർവീസുകൾ രണ്ട് കമ്പനികളും നടത്തുന്നുണ്ട്. കരിപ്പൂർ, കൊച്ചി ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് ഫ്ലൈനാസിന്റെ സർവീസുകളുണ്ട്. ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലെ എയർപോർട്ടുകളിലേക്കും ഫ്ലൈനാസ് നിലവിൽ സേവനം നൽകുന്നുണ്ട്. കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും സൗദി എയർലൈൻസ് നിലവിൽ സർവീസ് നൽകുന്നുണ്ട്. മാർഗനിർദ്ദേശം പുറത്തിറക്കിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ യാത്രക്ക് മുൻപായും യാത്രാ ഷെഡ്യൂളുകളിൽ മാറ്റമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഉണ്ട്. മാത്രമല്ല, മാറ്റമുണ്ടെങ്കിൽ ഇക്കാര്യം മൊബൈൽ സന്ദേശമായോ മറ്റോ എയർ കമ്പനികൾ യാത്രക്കാരെ അറിയിക്കുമെന്നും പ്രത്യേക അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്.